ഏതൊക്കെയോ വഴി കൂടെ ഞാൻ കയറി പോവാം. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ബോട്ടിൽ കയറി അപ്പുറത്ത് ചാടിയിട്ട് ഡബിൾ ടെക്കർ ബസ്. അപ്പോൾ പണ്ടത്തെ TV, പണ്ടത്തെ ഫോണിൻ്റെ മോഡല്. ഇവിടെ ഫോട്ടോ എടുക്കാൻ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. ഇവിടെ വരുന്നവരെന്തായാലും ഇവിടെ വരണം കേട്ടോ. അതിന് മാത്രം ഫോട്ടോ എടുക്കാൻ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ധാരാടങ്ങ് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നേ. മൈക്കോണൊക്കെ മറന്നുപോയി. മീന ബസാർ പാലസ്. യെസ്, നമ്മളങ്ങനെ മീന ബസാറിലെത്തി. ഇനി നമുക്ക് പോകേണ്ട സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽസിഫ് സ്ട്രീറ്റ്. എക്സ്ക്യൂസ് മീ. ഇവിടെ ഭൂരിഭാഗം പേർക്ക് ഇച്ചിരി ഒരു ഇതില്ല. സംസാരിച്ച് നടന്നു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും എന്താ നടക്കുന്നതെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. അപ്പം നമുക്കിനിയും പോകേണ്ട അൽസീഫ് സ്ട്രീറ്റ് എന്ന് പറയുന്ന അൽസീഫിലോട്ടാണ്. അവിടെ ഈ ട്രഡീഷണലായിട്ട് തന്നെ ലൈക്ക് പണ്ടത്തെ ബിൽഡിങ്സ് അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടെന്നാണ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് എത്രയുണ്ട്? ഇവിടുന്ന് 1.2 കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് കണ്ടത്. നോക്കാം. ഇവിടെ മൊത്തം മാർക്കറ്റും അപ്പാർട്ട്മെൻറ്റ്സും കുട്ടി കുട്ടി കടകളും റെസ്റ്റോറൻറ്റ്സും പിന്നെ ഗോൾഡ്, സ്പൈസസ്, ഡ്രസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. മീന ബസാർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഭൂരിഭാഗം പേരും പറയും അത് ഫസ്റ്റ് കോപ്പിയാണ്, ഒറിജിനൽ അല്ലാന്ന്. അതുകൊണ്ട് നമുക്കറിയാം. കൂടുതലങ്ങനെ പറ്റിക്കാൻ നോക്കത്തില്ല മിക്കവരും. പിന്നെ പറ്റിക്കാൻ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറ്റിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റിക്കാൻ നോക്കുന്നതും പറ്റിക്കാൻ നിന്ന് കൊടുക്കുന്നതും പറ്റിക്കപ്പെടുന്നതും എല്ലാം വേറെ വേറെ അല്ലേ. ആരെങ്കിലും ഈ ഒരു ഭാഗത്തു നിന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടാവും, അത് ഉറപ്പാണ് എനിക്ക്. കാരണം ഈ സൈഡിൽ ഒരാളെങ്കിലും അറിയാവുന്ന ഒരാളെങ്കിലും ഞാനിപ്പോൾ ഈ നടന്നു പോകുന്ന സ്ഥലത്തുണ്ടാവും. ഇത് കാണിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഇത് ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടെ ഉള്ളവരോട് ഒരു ഇതിനു വേണ്ടി കാശ് താ, അതിനു വേണ്ടി കാശ് താ, മറ്റേതിനു വേണ്ടി കാശ് താ, അവിടെ എത്രയില്ലേ എന്നിട്ട് കൊടുക്കുക, കാശില്ല എന്ന് പറയുമ്പോൾ അവന് ദുബായിൽ ചെയ്യുക, ഇത് ചെയ്യുക, അത് ചെയ്യുക. ഇവിടെ വന്നെങ്കിലേ ഇവിടെ ഉള്ളവരുടെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അയ്യോ, അതാണോ? ഇതാണോ? ഏതൊക്കെയോ വഴി കൂടെ ഞാൻ കയറി പോവാ. ഏത് വഴിയാണെന്ന് മാത്രം അറിയില്ല. എവിടേക്കൊക്കെയോ കയറി പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഞാൻ എത്തും. പക്ഷെ അഹമ്മദാബാദ് പോലെ കൺഫ്യൂസിങ് അല്ല കേട്ടോ. മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. തെറ്റിപ്പോത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ വേറൊരു വഴി കൂടെ പോകും. അവിടെ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു AC റിപ്പയർ എന്ന്. അയ്യോ അയ്യോ, കുറേ കടകളങ്ങ് അടച്ചിട്ടേക്കുവാണോ? അതിന്ന് ഫ്രൈഡേയും കൂടെയാ. അതാ അതാണ്ട് അവിടെയാണെന്ന് തോന്നുന്നു നമ്മൾ എത്തണ്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്? ആഹാ, ദുബായിൻ്റെ ഡബിൾ ടെക്കർ ബസ്. നമുക്കിവിടെ നിന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണമല്ലോ. ദുബായിൻ്റെ പണ്ടത്തെ മാർക്കറ്റ് പ്ലേസ് പോലെ എഴുതി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന
സ്ഥലത്തെത്തി. ഇതാണെന്ന് തോന്നുന്നു അൽസീഫ് എന്ന് പറയുന്നത്. അത് കൊള്ളാമല്ലോ. ഇത് കണ്ടോ? അത് കൊള്ളാമല്ലേ? ഓ, പണ്ടത്തെ TV. ആഹാ, ഇത് കടലിൽ നിന്ന് പോയി പിടിച്ചോണ്ട് വന്നതാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണോ? ഇത് മൊത്തം ആൻറ്റിക് പീസുകളാണെന്ന് തോന്നുന്നല്ലോ. ഇത് മൊത്തം ആൻറ്റിക് പീസുകളാണ്. വേറൊരു സാധനം കണ്ടു. ഇത് കണ്ടു, പണ്ടത്തെ ഫോണിൻ്റെ മോഡല്. വിക്ക് 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 വിക്ക്. കൊള്ളാല്ലേ? ഇവിടെ മൊത്തം കടകളെല്ലാം അടച്ചിട്ടേക്കാണല്ലോ. 1-2 കടകൾ മാത്രം തുറന്നിട്ടുണ്ട് ഇവിടെ. ഇങ്ങോട്ടൊന്നും ആൾക്കാരെ വരാറില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നതാ. എല്ലാവരും സെൻറ്ററിൽ കൂടെ നടന്നിട്ട് അങ്ങനെ അങ്ങ് പോകും. നമ്മൾ നടന്ന് 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 അവളിത്തെ സൗണ്ട് മൂങ്ങിയുണ്ട് ഇവിടെ അതിന് കേട്ടോ. കൊള്ളാലോ. അവിടെ എന്തോ പ്രോഗ്രാം ഉണ്ടല്ലോ. ഇവിടെ എന്തുവാ? മറ്റേ പുള്ളിക്കാരൻ വന്നിട്ട് നിർത്തിയോ? അവര് മര്യാദയ്ക്ക് പാടിക്കൊണ്ടിരിക്കുന്നു. ആ പുള്ളിക്കാരൻ വന്ന് നിർത്തി. ഓ, നമ്മൾ ക്രീക്കിൻ്റെ ഈ ഭാഗത്തോട്ടെത്തി. നമുക്കിവിടെ ഒന്ന് നടന്ന് നടന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമുക്ക് രാത്രിയാകുമ്പോഴാണ്, രാത്രിയല്ല, സൂര്യൻ അസ്തമിക്കുന്ന ആ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ദുബായ് മാളിൻ്റെ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോഴേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ, എന്താ ഡാൻസിങ് ഫൗണ്ടൻ്റെ കറക്റ്റ് ലൈറ്റും ബുർജ് ഖലീഫിൻ്റെ ലൈറ്റും അതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടണമെങ്കിൽ ആ സമയത്ത് പോയെങ്കിലേ കാര്യമുള്ളൂ. ഇപ്പോൾ പോയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇവിടെ വന്ന് മ്യൂസിയം ഓഫ് ഇല്യൂഷൻ കൊള്ളാലോ. ഇവിടെ എന്തോ പ്ലീസ് യൂസ് ദ അതർ ഡോർ. ഇവിടെ ഇങ്ങോട്ട് നമ്മൾ വന്ന വഴി തന്നെയാണ്.
മ്യൂസിയം ഓഫ് ഇല്യൂഷൻ എഴുതിയിട്ടെല്ലാം അടച്ചിട്ടേക്കുവാണല്ലോ. എനിവേ നമുക്കിനി ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങണം. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അപ്പുറത്തോട്ട് ചാടിയിട്ട് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇനി കാര്യമുള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് വേണം എങ്ങോട്ട് പോകണം എന്നൊക്കെ നോക്കാൻ. ആദ്യം ഞാൻ ഇവിടെ നിന്ന് ചാടട്ടെ. നമുക്ക് ക്രീക്ക് എടുത്ത് അപ്പുറത്തോട്ട് പോവാം. കാരണം ഇവിടുന്ന് മെട്രോ സ്റ്റേഷൻ വെച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ബോട്ടിൽ കയറി അപ്പുറത്ത് ചാടിയിട്ട് നോക്കാം. ഇനി ഇവിടുന്ന് അപ്പുറത്തോട്ട് ചാടുന്നത് എങ്ങനെയാണെന്ന് അത് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഫോട്ടോ എടുക്കാൻ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. ഇവിടെ വരുന്നവരെന്തായാലും ഇവിടെ വരണം കേട്ടോ. നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് മരിക്കാം. അതിന് മാത്രം ഫോട്ടോ എടുക്കാൻ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇപ്പം ഇവിടെ പുതിയതായിട്ട് വരുന്നവരോ ഇവിടെ ഉള്ളവരോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അൽസീഫ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വരണം. കുറേ ഉണ്ട് ഫോട്ടോ എടുക്കാനും പിന്നെ സാധനങ്ങൾ മേടിക്കാനും ഉണ്ട്. ഡ്രസ്സൊക്കെ 10 രൂപയ്ക്കൊക്കെ ഇവിടെ വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും. ബട്ട് എല്ലാം വില കുറഞ്ഞ് കിട്ടുമെന്ന് പറയത്തില്ല ഞാൻ, ചിലതൊക്കെ കുറച്ച്. പിന്നെ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകണം. എൻ്റെ പൊന്നെ, ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ അറിഞ്ഞൂടാ ഏത് എങ്ങോട്ടാന്നൊക്കെ. ആ പുള്ളിക്കാരോട് കുറച്ച് പേരോട് ചില ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡ് യൂസ് ചെയ്യാമെന്ന് പറയും. ചില ആൾക്കാരോട് പറയും ടിക്കറ്റ് എടുക്കണമെന്ന്. ചില ആൾക്കാർ അങ്ങനെ, ചില ആൾക്കാർ ഇങ്ങനെ, ചില ആൾക്ക് ഇവിടുന്ന് പോകത്തില്ല, ചില ആൾക്കാർ അപ്പുറത്തുനിന്ന് പോകണം. അയ്യോ കണ്ടാ എല്ലാം കൂടി ഇങ്ങോട്ട് വന്നേക്കുന്നു. നിങ്ങളെല്ലാം ഇങ്ങോട്ടാണെങ്കിൽ ഇറങ്ങി വന്നു. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അപ്പുറത്തോട്ട് ചാടണം. അതുകൊണ്ട് ഞാൻ ഇനി അപ്പുറത്തെത്തി, ബോട്ടിൻ്റെ അവിടെ എത്തിയിട്ട് അല്ലെങ്കിൽ ബോട്ടിൽ കയറിയിട്ട് വീഡിയോ എടുക്കാം. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നേ, മൈക്കോണൊക്കെ മറന്നുപോയി. നമ്മളിപ്പോൾ തന്നെ ബലിദിയ സ്ട്രീറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഓൾഡ് ബലിദിയ സ്ട്രീറ്റ് എന്ന ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഞാൻ മറ്റേതൊന്നും ഷൂട്ട് ചെയ്യാൻ ഞാൻ ക്രീക്ക് ഞാൻ പിന്നെയും കയറിയതും ബോട്ടിൽ കയറിയതും പിന്നെ ഷൂട്ട് അത് ഓൾറെഡി കയറി എല്ലാം പറഞ്ഞതാണ്. 1 രൂപ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് എത്താൻ 1 രൂപ. അത് നോക്കി കൊടുക്കണം. നമ്മുടെ RTA അണ്ടറിലുള്ളത് അല്ലെങ്കിൽ 2 രൂപ കൊടുക്കണം. RTA അണ്ടറിലുള്ളതാണെങ്കിൽ 1 രൂപ കൊടുത്താൽ മതി. അത് നോക്കിയിട്ട് വേണം കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യാൻ. ഇവിടെ എന്താ സ്പൈസ് മാർക്കറ്റാണിത്. കണ്ണ് മൊത്തം കത്തിക്കിടക്കുന്നു. ഇവരെന്താ ഈ പുകച്ചിരിക്കുന്നത്? ഇവിടെ എന്താ ഷൂട്ടുണ്ടല്ലോ.
ഇവിടെ എന്തിൻ്റെയോ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ക്യാമറയും ഇതൊക്കെ വെച്ചിട്ട് എന്തിൻ്റെയോ ഷൂട്ടിങ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി ഇറങ്ങിപ്പോവാം. നമ്മുടെ മെട്രോ സ്റ്റേഷൻ എന്തി ഇവിടെ നിന്ന് ഇനി 17 മിനിറ്റ് കൂടെ ഉണ്ട് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്താൻ. ഇതെന്താ അങ്ങനെ ഒരു ടേബിൾ എടുത്തിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ്? ഓ എൻ്റെ കണ്ണ് പോയി. അവരെന്താണോ അവിടെ ഇട്ട് പോയച്ചത്. നമ്മുടെ ഈ മിൻറ്റില്ലേ, മിൻറ്റും ഐസും മറ്റേ ചോക്ലേറ്റ്, മിൻറ്റ് ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് അല്ല, മറ്റേ മുദ്രണ്ട മറ്റേ മിൻറ്റിൻ്റെ ആ മുട്ടായി, അത് ഇത് ചെയ്തിട്ട് കണ്ണിൻ്റെ അകത്തോട്ടൊരു ഗ്യാസ് അടിക്കത്തില്ല, അമ്മാതിരി ഗ്യാസായിരുന്നു അവന്മാരവിടെ കത്തിച്ച് വെച്ചത്. ഇനി ഇവിടുന്ന് സൂക്കി കൂടെ തന്നെ കയറി ഇറങ്ങേണ്ടവരും. ആ ഗോൾഡ് സൂക്കി കൂടെ തന്നെ കയറി ഇറങ്ങണം. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോയിട്ട് ഇറങ്ങിയ മെട്രോയിൽ തന്നെ കയറണം. എന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് പോകാൻ. ഓ ഇപ്പം നല്ല തിരക്കാണല്ലോ. നല്ല ഒടുക്കത്തെ തിരക്ക് ഇവിടെ. ഗ്യാപ്പ് വരൂ, ഞാനൊന്ന് പോയിക്കോട്ടെ, ഈ പാവം ഒന്ന് പോയിക്കോട്ടെ കേട്ടോ, ഒരു ഗ്യാപ്പ് കേട്ടോ. മെട്രോ സ്റ്റേഷനിലെത്തി. ആ ബ്രിഡ്ജ് എടുത്തിട്ടാണ് നമ്മൾ ആദ്യം അപ്പുറത്തോട്ട് പോയത്. നമ്മൾ പിന്നെ ഇപ്പം കറങ്ങി വന്നു എല്ലാം കണ്ടിട്ട്. ഇനിയും ഉണ്ട് ദുബായ് കാണിക്കാൻ, ബട്ട് എല്ലായിടത്തും നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറ്റുന്നിടത്തും പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് നമുക്ക് അടിയിലോട്ട് പോകണം. ട്രാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അകത്ത് കയറിയിട്ട് നോക്കട്ടെ. അകത്തോട്ട് ക്യാമറ പാടില്ല, അത് പറഞ്ഞായിരുന്നു. ക്യാമറ മെട്രോ സ്റ്റേഷൻ്റെ അകത്തോട്ട് പാടില്ല, സെക്യൂരിറ്റി റീസൺസ് ഓഫ് കോഴ്സ്. ഞാൻ അകത്ത് കയറി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കാര്യങ്ങൾ പറയാം. നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി, പക്ഷെ ചെറിയൊരു പണി കിട്ടി. നമ്മുടെ ലാസ്റ്റ് പ്ലാൻ വെച്ചിരുന്നത് നമ്മുടെ ദുബായ് മാളിൽ പോകാനായിരുന്നു. ബുർജ് ഖലീഫ, പിന്നെ മറ്റേ വാട്ടർ ഫൗണ്ടൻ, പിന്നെ ദുബായ് മാൾ, പിന്നെ ദുബായ് മാളിലുള്ള വാട്ടർഫോള്, അതൊക്കെ കാണിക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി പണിപാളി, നമുക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് കുറച്ച് ഡിലേ ഒക്കെ വന്നുകൊണ്ടും ഇപ്പം ലേറ്റായിട്ടിരിക്കുന്നത് കൊണ്ടും എനിക്ക് തിരിച്ച് ഇവിടുന്ന് ഈ മെട്രോ എടുത്തിട്ട് യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തി നമ്മുടെ ബസ് കണ്ടുപിടിച്ച് കയറിപ്പോകാനും എല്ലാം കൂടെ സമയമെടുക്കും. അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല എന്ന് ചോദിച്ചു. പക്ഷെ പോകുന്ന മുമ്പ് ഒരു ദിവസം നമ്മൾ അവിടെ വന്ന് കാണാം. ഐക്കോണിക് പ്ലേസ് ആണ്. ഫസ്റ്റ് ഡേ വന്നിട്ട് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണത്. അപ്പോൾ എന്തായാലും നമുക്കവിടെ പോകാതെ തിരിച്ചു പോകാൻ പാടില്ല, അത് മോശമാണ്. അപ്പോൾ നോക്കാം, ഇനി നമുക്ക് യൂണിയൻ മെട്രോ സ്റ്റേഷനിലോട്ട് പോകാം. അങ്ങനെ പിന്നെയും എൻ്റെ പ്ലാൻ പിന്നെയും മാറി. ആദ്യം നമ്മളുടെ പ്ലാൻ മാറി, പിന്നെയും മാറി. അതിനിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ആ പ്ലാനും മാറിയിട്ട് ഞാൻ പിന്നെ അവസാനം വിചാരിച്ചു ദുബായിൽ തന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഇന്ന് രാത്രി നമുക്കിവിടെ നിന്നിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ രാവിലെ എങ്ങോട്ടാണ് നമുക്ക് ദുബായ് മാളിലോട്ട് പോകാം. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.